ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ ഇവിടെ എത്തിയിട്ടോ. കോളേജ് യോഗത്തിങ്ങ് വരുന്ന പ്രാവശ്യം ഇൻഷാല്ലാ ആരൊക്കെ ഉണ്ട് എന്നറിയില്ല, ആർക്കൊക്കെ പോകാൻ പറ്റും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാനും മിന്നും കാക്കും കൂടെ ഏട്ടപ്പോൾ പോണത്. അപ്പോൾ നമ്മളിവിടെ പട്ടിക്കാട് സ്കൂളിൻ്റെ അവിടുന്ന് അതിൻ്റെ കുറച്ച് മുന്നേ മണ്ണാർമലായിട്ട് തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പലഹാരങ്ങളും വള മാല അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ അവിടെ ഒരു പാലട കച്ചവടക്കാരെ കാണില്ല കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം നമ്മളെ വരവേറ്റത് ഒരു പാലട പായസത്തിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതുവരെ കഴിക്കാൻ ആഗ്രഹിച്ചൊരു സംഭവം കൂടെ നമ്മളിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ടപ്പോൾ എന്തായാലും അത് മേടിക്കണം എന്ന് പറഞ്ഞാണ്ട് മിന്നും തിരക്കൂട്ടിയെന്ന് കേട്ടോ. പക്ഷേ അവൾ പറഞ്ഞ പോലെ അവൾക്കും കാക്കുനും വലുതായിട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. എന്നാലും എനിക്കിഷ്ടമായിട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുട്ടിക്കുള്ള വണ്ടിയാന്ന് പറഞ്ഞിട്ടോ വാങ്ങി കയറിയിരിക്കണം. നമ്മളെന്നും ലാസ്റ്റ് ദിവസം പോലെ മനസ്സിലാവും. അമ്മച്ചി പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാവും. ആ മറ്റേ മോതിര അതൊക്കെ വീഡിയോ എടുക്കല്ലേ. അത് ഓർമ്മ ഇങ്ങനെ ആയിക്കൂടിയല്ലേ ഒരു പേര്.
ആദരണീയനായ ഈ സ്ഥാപനത്തിൻ്റെ നായകൻ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ നായകൻ കൂടിയായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ നമുക്കെല്ലാവർക്കും സർവാദരണീയനും ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ഈ രാഷ്ട്രാന്തരീയം എന്ന് പറയുന്ന ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വേദന അനുഭവിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും അവരുടെ വേദന അകറ്റുന്നതിന് വേണ്ടി എത്തിപ്പെടുന്ന ആദരണീയനായ UT മുഹമ്മദ് ബഷീർ സാഹിബ് അവരുടെ, പ്രിയങ്കരനായ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ സാഹിബ്, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, ആദരണീയനായ CP സൈദലി സാഹിബ്, പ്രിയങ്കരനായ അബ്ദുൽ സമദ് കുമ്പളക്കാട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ്, അബുബക്കർ കാളിക അടക്കമുള്ള വേദിയിലുള്ള പണ്ഡിതന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളും സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളും അടങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, രാഷ്ട്രാന്തരീയം എന്ന് പറയുന്ന ഈ സെമിനാർ നമ്മുടെ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ ഈ 62ാം വാർഷികത്തോടനുബന്ധിച്ച് 61ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ ഇന്ന് ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടമായി ഇവിടെ നിലനിൽക്കുകയാണ്. സിലബസിൻ്റെയും അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിൻ്റെ അടക്കമുള്ള ആധുനികമായിട്ടുള്ള പ്രചരണ രീതിയും പഠന രീതിയും അവലംബിച്ചുകൊണ്ട് ഈ സ്ഥാപനം കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ, ദേവാ പ്രവർത്തനം നിർവഹിക്കാൻ ഏറ്റവും പ്രതിഭാധനരായ അനുയോജ്യരായ പണ്ഡിതന്മാരെയും വക്താക്കളെയും സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ ദീനിൻ്റെ ഫാക്ടറി കൂടിയായി ഈ സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷജനകമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മഹാസ്ഥാപനമായി ഇത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ 6 പതിറ്റാണ്ടിലേറെയായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങി അവസാനം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളിലൂടെ ഈ സ്ഥാപനം കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സയ്യിദുൽ ഉലമ, ജാമിഉൽ ഉലമ എന്ന് പറയുന്ന ആദരണീയനായ നമ്മുടെ പണ്ഡിതൻ, ഇപ്പോൾ ബഷീർ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കണ്ടു. സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ആദരണീയനായ ആലിമുഖ് ഉസ്താദ് അടക്കം ഉസ്താദടക്കമുള്ള മഹാപണ്ഡിതന്മാർ ഇവിടെ അധ്യാപനം നിർവഹിച്ച ഒരു സ്ഥാപനത്തിൻ്റെ നിലയ്ക്ക് ഈ സ്ഥാപനം ഇങ്ങനെ തന്നെ അതിൻ്റെ വാർഷികം ആഘോഷിച്ചുകൊണ്ട് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി ഇപ്പോഴത്തെ സന്നദ്ധ സമ്മേളനത്തിൽ ഞാനിങ്ങനെ ആ ഭാഷണം ആദ്യമായി പറയാൻ കാരണം ഞങ്ങൾക്ക് ഓരോ സെഷൻ അൽഹംദുലില്ലാ. ഇപ്രാവശ്യത്തെ കോളേജ് യോഗം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഉൾഭാഗത്ത് ജാമിയയുടെ ഉള്ളിലുള്ള സദസ്സൊന്ന് കാണിക്കാൻ പറ്റിയിട്ടോ. അതുവരെ നമുക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം കാക്കൂ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വീഡിയോ എടുത്ത് കൊടുന്ന് കാണിച്ചു തന്നു കേട്ടോ. നമ്മൾ പലരുടെയും വീഡിയോയിൽ ഇങ്ങനെ കാണാമെന്നല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതും കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെത്തിപ്പെട്ടതാണ് കേട്ടോ ഇവിടെ.
അപ്പം നമ്മൾ ഇതാണ് കേട്ടോ ഇതുവരെ കഴിക്കാത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് പാനിപൂരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെവിടെ ചെന്നാലും തപ്പുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇതുവരെ ഇത് കണ്ടു കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ജാമ്യയുടെ ആ ഭാഗത്തേക്ക് പോയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം കണ്ടു കിട്ടിയത്. അപ്പോൾ ഇത് മിനുവിന് ഇഷ്ടമായില്ല പറഞ്ഞു, കാക്കൂനും ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞു. മിനുവിന് ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ മധുരമുള്ള വേർഷനാണ് ഓൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ. കാക്കു അപ്പം കഴിക്കൊക്കെ ചെയ്തു. പിന്നെ പോന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, വലിയൊരു ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ സംഭവം. ഞാനിനി ഇത് എവിടെ കണ്ടാലും ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള സോസുകളും ഫില്ലിങ്ങും എല്ലാം സംഭവം ഇഷ്ടമായി. പക്ഷെ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് കുറച്ച് പണിയുണ്ട് ഗൈസ്. അപ്പം അതുകൊണ്ട് അതുമ്മക്ക് അങ്ങനെ നിൽക്കലില്ല കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ നമുക്ക് കോളേജ് യോഗം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ഒരു സംഭവം കേട്ടോ, ആ ഒരു കട്ടമിഠായിയുടെ സംഭവം. അപ്പോൾ അതും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ കുറേ ടോയ്സും പലഹാരങ്ങളും ഒക്കെ ആയിട്ടുള്ള കച്ചവടക്കാരാണ് കേട്ടോ റോഡ് നിറയെ. ഇതാ അങ്ങനെ ഞങ്ങൾ ഒരു 8:45 ആയപ്പോഴത്തേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ കൂട്ടിമുട്ടിയാലും നമ്മൾ അറിയുന്ന ആൾക്കാരാവും കേട്ടോ, നമ്മളെ നാട്ടിലുള്ളവർ തന്നെയൊക്കെ കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ ഇവിടെ തിരക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം ഒരു 8:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നേരെ തിരിച്ചിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.